Dear students, today we will be discussing the fifth module of atomic, nuclear and particle physics paper. It basically deals with the elementary particles. What are the different kinds of elementary particles observed in nature? What is its composition and peculiarities, etc. So before going to a detailed discussion about the different kinds of particles or what is its classification, let's have a look at what are the different kinds of interaction observed in nature and what are the mediating particles involved in it. Okay, അപ്പോൾ നേച്ചറിൽ കാണുന്ന പ്രധാനപ്പെട്ട ഇൻട്രാക്ഷൻസ് ഏതൊക്കെയാണ്, അത് ഇൻട്രാക്ഷൻസ് ഓരോ ഇൻട്രാക്ഷൻസ് ഉണ്ടാകുന്ന സമയത്തും അവിടെ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. നമ്മൾ മെസോൺ തിയറി ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മെസോൺസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് മൂലമാണ് ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ടാകുന്നത്. അതുപോലെ ഓരോ ഇൻട്രാക്ഷനും അവിടെ ഒരു എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ ഓരോ ഇൻട്രാക്ഷൻസിലും മീഡിയേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്. ഓക്കെ, പ്രധാനമായും 4 തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് നേച്ചറിൽ ഒബ്സർവ് ചെയ്യുന്നത്. സോ ദർ ആർ 4 ഫണ്ടമെൻ്റൽ ഇൻട്രാക്ഷൻസ്: സ്ട്രോങ് ഇൻട്രാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ, വീക്ക് ഇൻട്രാക്ഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ ഇൻട്രാക്ഷൻ. ഇവ ഓരോന്നും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമുക്കതൊരു സമ്മറി പോലെ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോ ഇൻട്രാക്ഷനിലും മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾസ് ഏതാണെന്ന് പഠിക്കണം. അതുപോലെ റേഞ്ച് ഓഫ് ഇൻട്രാക്ഷൻ നമുക്കറിയാവുന്നതാണ്, പക്ഷെ ഒന്നുകൂടി പറയാം. അതുപോലെ റിലേറ്റീവ് സ്ട്രെങ്ത്. ഓക്കെ, പാർട്ടിക്കിൾ അഫക്റ്റ് ചെയ്യുന്നതും പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസും പാർട്ടിക്കിൾ അഫക്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയർ ഫോഴ്സസ് എടുക്കുകയാണെങ്കിൽ അവിടെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് മെസോൺസ് ആണ്, പക്ഷെ പാർട്ടിക്കിൾ അഫക്റ്റ് ചെയ്യുന്നത് ഏതാണ്? ന്യൂക്ലിയോൺസ് ആണ്. ന്യൂട്രോൺസും പ്രോട്ടോൺസ് ആണ് സ്ട്രോങ് ഫോഴ്സുമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ. അപ്പോൾ അത് രണ്ടാണ്. ഓക്കെ, പിന്നീട് പറയുന്നത് ഇതിൻ്റെ ലാസ്റ്റ് കോളത്തിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദീസ് ഇൻട്രാക്ഷൻ ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഇൻട്രാക്ഷനാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്തിന് 1 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്കിയുള്ള 4 ഇൻട്രാക്ഷൻസും ബാക്കിയുള്ള 3 ഇൻട്രാക്ഷൻസും കമ്പയർ ചെയ്യുന്നത് സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ ടേംസിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇൻട്രാക്ഷൻ്റെ സ്ട്രെങ്ത് 1 ആയിട്ട് കൊടുക്കുക. ഓക്കെ, നൗ സ്ട്രോങ് ഇൻട്രാക്ഷൻ നമുക്കറിയാം നടക്കുന്നത് ന്യൂക്ലിയസിനകത്താണ്. ഓക്കെ, ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസാണ് സ്ട്രോങ് ഇൻട്രാക്ഷനിൽ അഫക്റ്റ് ചെയ്യുന്നത്. സോ അഫക്റ്റിംഗ് പാർട്ടിക്കിൾസ് ആർ ക്വാക്സ് ആൻഡ് ഹാഡ്രോൺസ്. ക്വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. ഓക്കെ, ഹാഡ്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഫോഴ്സ് അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ഹാഡ്രോൺസ്. അതിൽ 2 തരത്തിലുള്ള ഹാഡ്രോൺസ് ഉണ്ട്. ഒന്ന് ന്യൂക്ലിയോൺസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ബേരിയോൺസ് എന്നുള്ള കാറ്റഗറി, അതുപോലെ വേറൊന്ന് മെസോൺസ് എന്നുള്ള കാറ്റഗറിയാണ്. നമുക്കറിയാവുന്ന ഒരു മെസോണാണ് പൈ മെസോൺ, അല്ലേ? ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്ചേഞ്ച് പാർട്ടിക്കിളായിട്ട് വരുന്നതാണ് പൈ മെസോൺസ്. അപ്പോൾ അതെല്ലാമാണ് സ്ട്രോങ് ഇൻട്രാക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ച്, സ്ട്രോങ് ഇൻട്രാക്ഷൻ റേഞ്ച് ഞാൻ പറഞ്ഞു, ഇത് ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അത് അനുഭവപ്പെടുന്ന ഒരു ഡിസ്റ്റൻസ്, എത്രത്തോളം ഡിസ്റ്റൻസിൽ ന്യൂക്ലിയർ ഫോഴ്സ് എഫക്റ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, ഇപ്പോൾ ന്യൂക്ലിയോൺസിന് ഇടയ്ക്കുള്ള ഫോഴ്സ് ആയതുകൊണ്ട് ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ ആയിരിക്കും ഈ റേഞ്ച് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ന്യൂക്ലിയസിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ഫെംറ്റോമീറ്റർ, അല്ലേ? ഫെംറ്റോമീറ്ററിൻ്റെ ഓർഡറിലാണ് ന്യൂക്ലിയസിൻ്റെ ഡയമീറ്ററൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫെംറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ. ഓക്കെ, നൗ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്, ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ കേസിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന അതാണ് മെസോൺസ്. പൈ മെസോൺസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് ന്യൂക്ലിയർ ഫോഴ്സസ് ഉണ്ടാകുന്നതെന്ന് യുക്കാവ തിയറി പ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പൈ മെസോൺസ് മാത്രമല്ല, ക്വാക്സ് ഇൻവോൾവ് ആവുന്ന സമയത്ത് ക്വാക്സ് തമ്മിലുള്ള എക്സ്ചേഞ്ച് നടക്കുന്നത് ഗ്ലൂവോൺസ് ഉള്ള പാർട്ടിക്കിൾസിൻ്റെ എക്സ്ചേഞ്ച് വഴിയാണ്. ഓക്കെ, അപ്പോൾ മെസോൺസും
ഗ്ലൂവോൺസുമാണ് ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസും അതുപോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ക്വാർക്ക് 1 ഹാഡ്രോൺ. ഓക്കെ, നൗ സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ റോൾ എന്താണ്? ക്വാക്സിൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ ക്വാക്സ് തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ് നമ്മുടെ ന്യൂട്രോണും പ്രോട്ടോണും അതുപോലെ തന്നെ മെസോൺസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ റോൾ എന്ന് പറയുന്നത് ന്യൂക്ലിയോൺസ് ഫോം ചെയ്യുക. ഓക്കെ, ക്വാക്സ് എല്ലാം കൂടി ചേർന്നിട്ട് ന്യൂക്ലിയോൺസ് ഫോം ചെയ്യുക അല്ലെങ്കിൽ മെസോൺസ് ഫോം ചെയ്യുക എന്നതാണ് അതിൻ്റെ റോള്. ഓക്കെ, സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ റോള്. അതുപോലെ തന്നെ ഹാഡ്രോൺസ്, സ്ട്രോങ് ഇൻട്രാക്ഷൻ്റെ വഴി ഹാഡ്രോൺസിൻ്റെ റോള് എന്ന് പറയുന്നത് ഈ സ്ട്രോങ് ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്താണ് ന്യൂക്ലിയോൺസിനെ, അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാകുന്ന സമയത്താണ് ന്യൂക്ലിയോൺസിനെ ഒരുമിച്ച് ന്യൂക്ലിയസിന് അകത്ത് ഒരുമിച്ച് നിർത്താൻ കഴിയുന്നത്. ഓക്കെ, ദേ ഹോൾഡ് ദ ന്യൂക്ലിയോൺസ് ടുഗദർ ടു ഫോം എ ആറ്റമിക് ന്യൂക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ. ഓക്കെ, സോ ഇത് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻട്രാക്ഷനാണ്. അപ്പം ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിനിടയ്ക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു ക്യൂ ചാർജിലൊരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇനി ആ ചാർജ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു കറണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി തിയററ്റിക്കലി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. എന്ന് വെച്ചാൽ രണ്ട് ചാർജ് ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ വെച്ചാലും അവയ്ക്കിടയ്ക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. ഓക്കെ, നൗ ഇതിൻ്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ഫോഴ്സിനെ അപേക്ഷിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷന് 10⁻², അതായത് ഇതിൻ്റെ സ്ട്രോങ് ഫോഴ്സിൻ്റെ 100ൽ 1 മാത്രമേ ഇതിൻ്റെ സ്ട്രെങ്ത് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഓക്കെ എന്ന് പറയുന്നത് ഫോട്ടോൺസ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഫോട്ടോൺസിൻ്റെ എക്സ്ചേഞ്ച് വഴിയാണ് നടക്കുന്നത്. ഇതിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുക. അതായത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. അവയ്ക്കിടയ്ക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്. അത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ ഡിറ്റർമിൻ ചെയ്യും. അതുപോലെ തന്നെ മോളിക്യൂൾസ്, സോളിഡ്സ്, ലിക്വിഡ്സ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ ഡിറ്റർമിൻ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ. ഓക്കെ, നിങ്ങൾക്ക് കുറച്ചൊരു പരിചയമില്ലാത്തൊരു ഫോഴ്സാണ് വീക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വീക്ക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇതിൽ അഫക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ക്വാക്സ് ആൻഡ് ലെപ്റ്റോൺസ് ആണ്. ക്വാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹാഡ്രോൺസ് ആണ് ക്വാക്സ്. ഓക്കെ, ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ വെരി ലൈറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. അതെന്താണെന്ന് വിശദമായിട്ട് പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഡിസ്റ്റൻസിനെക്കാട്ടിലും കുറഞ്ഞ റേഞ്ച് ആയിരിക്കും, ഓഫ് ദ ഓർഡർ ഓഫ് 10⁻18 മീറ്റർ. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് സ്ട്രോങ് ഫോഴ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 10⁻5 ആണ്. ഓക്കെ, കുറച്ചുകൂടി കുറവായിരിക്കും. ഓക്കെ, എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ബോസോൺസ്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ബോസോൺസ് ആണ് ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റോൾ എന്ന് പറയുന്നത് മീഡിയേറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ്, ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ കോമ്പസിഷൻ ഓഫ് ആറ്റമിക് ന്യൂക്ലിയൈ. ഓക്കെ, ആറ്റമിക് ന്യൂക്ലിയയുടെ കോമ്പോസിഷൻ ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ന്യൂക്ലിയർ ട്രാൻസ്ഫോർമേഷൻ ക്വാർക്സും ലെപ്റ്റോൺസും തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷന് മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കറിയാവുന്ന വളരെ പരിചയമുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. ഓക്കെ, പാർട്ടിക്കിൾസ് അഫക്റ്റഡ് മാസുള്ള എല്ലാ പാർട്ടിക്കിൾസും ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ പാർട്ടിക്കിൾസിനും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇതിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റ് റേഞ്ചാണ്. എത്ര ഡിസ്റ്റൻസിലായാലും ഗ്രാവിറ്റി ഉണ്ടായി. റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫീബിൾ ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ്. സ്ട്രോങ് ഫോഴ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സ്ട്രെങ്ത് 10⁻39 ആണ്. ഓക്കെ, അതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് എന്നാൽ ഗ്രാവിറ്റോൺസ് ആണ്. ഓക്കെ, ഇതിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് ഗ്രാവിറ്റോൺസ് എന്നാണ് പറയുന്നത്.
ഇതിൻ്റെ റോൾ എന്തായിരിക്കും? ഗ്രാവിറ്റിയുടെ റോള് അസംബിൾസ് മാറ്റർ ഇൻ ടു പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൂട്ടി മാറ്ററൊക്കെ ഒരുമിച്ച് നിർത്തി ഒരു പ്ലാനറ്റാക്കി മാറ്റുന്നത്. അതുപോലെ സ്റ്റാർസ് ഉണ്ടാവുന്നത്, ഗാലക്സീസ് ഒക്കെ ഉണ്ടാവുന്നത്, ഇതെല്ലാം ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ്റെ ഒരു എഫക്റ്റാണ്. ഓക്കെ, സോ ഓൾ ടുഗെദർ നമുക്ക് 4 ബേസിക് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അതിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേബിൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എസ്പെഷ്യലി ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ്, ഇറ്റ്സ് റിലേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് റേഞ്ച്, പാർട്ടിക്കിൾ എക്സ്ചേഞ്ച്, ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, നമ്മുടെ 4 ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിലും ഫിസിസിസ്റ്റിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് തിയറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ട്രീ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ടോപ്പിൽ നിന്ന് തുടങ്ങാം. ടോപ്പ് പോർഷൻസാണ് നമുക്ക് അറിയാവുന്ന പോർഷൻ, അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ്റെ 2 വകഭേദങ്ങളാണ് അല്ലേ? ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം. ഓക്കെ, അതുപോലെ ഉള്ളതാണ് വീക്ക് ഇൻട്രാക്ഷൻസ്, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത വീക്ക് ഇൻട്രാക്ഷൻ. ഓക്കെ, ഈ രണ്ട് ഇൻട്രാക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനും വീക്ക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ വീക്ക് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ 2 ഭാഗങ്ങളാണ്. ഓക്കെ, അത് രണ്ടും കമ്പൈൻ ചെയ്തുള്ള ഇലക്ട്രോ വീക്ക് തിയറി ഒക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാവുന്ന ഇലക്ട്രോ വീക്ക് ഇൻട്രാക്ഷനും സ്ട്രോങ് ഇൻട്രാക്ഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു ഗ്രാൻഡ് യൂണിഫൈഡ് ഇൻട്രാക്ഷൻ സയൻറ്റിസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനസ്റ്റ് സ്ട്രക്ചറൊക്കെ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണെങ്കിലും ഒരുവിധമൊക്കെ അത് സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു ഇൻട്രാക്ഷനാണ് ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. എന്താണ്? ടെറസ്ട്രിയൽ ഗ്രാവിറ്റി, ആസ്ട്രോണോമിക്കൽ ഗ്രാവിറ്റീസ്. ഇപ്പോൾ മാസ് അതിൻ്റെ സെൻറ്ററിലേക്ക്, അതായത് നമുക്ക് ഒരു ഒബ്ജക്റ്റ് എടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് മേലോട്ട് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീഴുന്നത് പോലെ തന്നെയാണ് ആസ്ട്രോണോമിക്കൽ ഗ്രാവിറ്റി ഉള്ളത്. ആസ്ട്രോണോമിക്കൽ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സ് ഒക്കെ പിടിച്ചു നിർത്തുന്ന ഗ്രാവിറ്റി ഉള്ളത്. അത് രണ്ടിൻ്റെയും ഒരേ ഫോമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനും ഈ ഗ്രാൻഡ് യൂണിഫൈഡ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ, അതിലെന്തൊക്കെയുണ്ട്? സ്ട്രോങ് ഇൻട്രാക്ഷൻ ഉണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ ഉണ്ട്, വീക്ക് ഇൻട്രാക്ഷൻ ഉണ്ട്. ബാക്കിയുള്ള 3 ഇൻട്രാക്ഷൻസും ഗ്രാൻഡ് യൂണിഫൈഡ് ഇൻട്രാക്ഷൻസിനുണ്ട്. ഓക്കെ, പക്ഷേ ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒരു യൂണിഫൈഡ് തിയറി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫിസിസിസ്റ്റിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ. അവിടെ ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഗ്രാവിറ്റി ആയിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇനി വരുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ അതൊരു സാറ്റിസ്ഫാക്ടറി തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ.